അപ്പോൾ ഇന്നിതാ ഞാൻ നീനുട്ടിനെ പിടിച്ച പിടിയാലെ പിടിച്ചിട്ട് രാവിലെ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹായ് പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് നിർത്തിയതാണ്. അവൾക്ക് എന്താ ഇത്ര വീഡിയോയിൽ വരാൻ മടിയെന്നൊന്നും അറിയണമല്ലോ, അപ്പോൾ അങ്ങനെ പിടിച്ചതാണ് കേട്ടോ. എത്ര പറഞ്ഞിട്ട് ഒരു ഹായ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. അവിടുന്ന് തെന്നി പോവാണ്. പക്ഷേ വീണ്ടും ഞാൻ അവിടെ പിടിച്ച് നിർത്തി. ഒന്ന് ഹായ് പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിർത്തി. ഇതാ നമുക്ക് അവളുടെ കയ്യിൽ നിന്ന് ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൾ പഠിക്കാനും പോയി, ഞാൻ നേരെ കിച്ചണിലേക്ക് പോകുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ നോർമൽ അരിപ്പൊടി കൊണ്ടുള്ള പത്തിരിയല്ല, മൈദപ്പൊടി കൊണ്ടുള്ള നമ്മൾ നല്ല ചുടുവെള്ളം കൊണ്ടൊക്കെ കുഴച്ച് പരത്തി നല്ല നൈസാക്കി പരത്തിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ലൊരു മൈദ കൊണ്ടുള്ള പത്തിരിയാണ് കേട്ടോ. അതിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പൊറാട്ടൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരും ഈ ഒരു സംഭവത്തിന്, ഈ ഒരു പത്തിരിക്ക്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഇത്. പക്ഷേ ഇതൊക്കെ കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ. എനിക്ക് ചിലപ്പോൾ ഒരു കഷ്ണമൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. പക്ഷേ നമ്മുടെ ആ ഒരു എന്താ പറയുക, വെയിറ്റ് കുറയണ്ടേ അങ്ങനെയൊക്കെ കണ്ട് ആലോചിക്കുമ്പോൾ അവിടെ തന്നെ വെക്കും. എന്തായാലും പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് കറിയായിട്ട് നമ്മൾ ഇന്നലെ കുറച്ച് മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുതന്നെ അതിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നന്നായി ചൂടാക്കി വെച്ചിട്ടുള്ളൂ. മീൻ കറിയൊക്കെ തലേന്നത്തെ മീൻ കറി നമ്മൾ പിറ്റേന്ന് നന്നായി ചൂടാക്കി ആ ഒരു മീൻ ഈ കറിയിൽ കിടന്ന് ഉപ്പും മുളകൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു നമ്മൾ ഉണ്ടാക്കിയ ആ സമയത്ത് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് മീൻ കറിയൊക്കെ കേട്ടോ പിറ്റേന്ന് കഴിക്കുന്നത്. ചിക്കനേക്കാളും എനിക്കിഷ്ടം തലേന്നത്തത് കഴിക്കാൻ ഇഷ്ടം മീനാട്ടോ. അത് മീൻ കറി ആകുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഉപ്പും ആ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ്, ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. മീൻ കറി തലേന്ന് ഉണ്ടാക്കിയാൽ രാവിലെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അതാ നമ്മൾ പത്തിരിയും മീൻ കറിയൊക്കെ, അവർക്ക് 3 ആളല്ലേ ഉള്ളൂ, അവർക്ക് അതൊക്കെ മതിയൊക്കെ സെറ്റാക്കി അവർ ചായ കുടിക്കുന്നുണ്ട്. അവർക്കൊക്കെ ചായ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ ഞാനിത് 10 മണിക്കാണ് ഞാൻ എൻ്റെ ഇൻ്റർമീഡിയറ്റ് ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യല്. അപ്പം ഞാൻ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് നിർത്തും കേട്ടോ. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 5 മണിക്ക് നിർത്തേണ്ട ആവശ്യമില്ല, 6 മണിക്ക് നിർത്തിയാൽ മതി, കാരണം 16:08 എന്നുള്ള സംഭവമാണെങ്കിൽ. പക്ഷേ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ അത് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് കേട്ടോ. എൻ്റെ വിചാരം അത് അങ്ങനെ വന്നിട്ടുണ്ട്, 16:08 എന്നുള്ള കറക്റ്റാണെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ പിന്നെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് പോവാറുള്ളത്. 4:30 ആകുമ്പോൾ ഫുഡ് കഴിച്ച് 5 മണിയാകുമ്പോൾ നിർത്തുന്ന ആ ഒരു സംഭവത്തിൽ തന്നെയാണ് ഞാൻ ഇതുവരെ പോകുന്നത് കേട്ടോ. അപ്പം അവർക്ക് അതൊക്കെ കൊടുത്തു. എനിക്ക് രാവിലെ എന്താ അറിയില്ല, നല്ല ചായ കുടിക്കാനാണ് തോന്നിയത്. അപ്പോൾ ഞാൻ നല്ലോണം കുറച്ച് 1/2 ഗ്ലാസ് പാലും അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് ചായപ്പൊടി ഇട്ടിട്ട് ആ ചായപ്പൊടീൻ്റെ എല്ലാ സംഭവങ്ങളും അങ്ങോട്ട് ചായയിൽ കിട്ടുന്ന രീതിയിൽ തിളപ്പിച്ച് ഞാൻ ആ ചായപ്പൊടി അങ്ങോട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു എല്ലാ ആ ഒരു എന്താ പറയുക, ആ ഒരു സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല. ഞാനിതാ അതാണ് ഇന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഒരു ഗ്ലാസ്സൊന്നുമില്ല, അതിൻ്റെ പകുതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ കുടിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് എണീറ്റ് പാടെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവരൊക്കെ നല്ല മൈദപ്പത്തിരി മീൻ കറിയൊക്കെ കഴിക്കുമ്പോൾ ഞാനിവിടെ ഈ ചായ മാത്രം, എനിക്കപ്പോൾ അതേ കഴിക്കാൻ തോന്നിയുള്ളൂ. വേണമെങ്കിൽ ബദാമോ സംഭവമൊക്കെ എടുക്കാമെന്നു, പക്ഷേ ഞാനതൊന്നും വേണ്ട, എനിക്കപ്പോൾ ചൂടുള്ള ചായ കുടിക്കാൻ തോന്നി. അത് ഞാൻ എങ്ങനെ ഊതി കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീനുട്ടി അപ്പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവളും ഞാൻ ഒരുമിച്ചാണ് ഇന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവരെന്നെ ഒരുമിച്ച് അങ്ങനെ കിട്ടില്ല. അവർ കഴിക്കുന്ന നേരം ഞാനും കൂടിയാണ് ചെന്നിരുന്നാൽ അങ്ങനെ കിട്ടുന്നല്ലാതെ ഓരോരുത്തരും ഓരോ സ്ഥലത്തിരുന്ന ഫുഡ് കഴിക്കുക. നീനുവിന് അങ്ങനെ മേശപ്പുറത്തിരുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവമില്ല കേട്ടോ. അവൾ ആ സോഫയിൽ എവിടെയെങ്കിലും ഇരുന്ന് ഫാനൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അവൾ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ കഴിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ മന്തിയൊക്കെ കൊണ്ടുവന്നപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരുമയായിരിക്കും. അപ്പോഴൊക്കെയാണ് അങ്ങനെ ഒരുമിച്ച് കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ ഒരു വഴിക്ക് പോവും, മറ്റൊരാൾ മറ്റേ വഴിക്ക് പോവും. അങ്ങനെ ഒരുമിച്ചൊന്നും കിട്ടാറില്ല. ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിച്ച് അവരെയൊക്കെ പിടിച്ചിരുത്താറുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വേഗം കിച്ചണിലെത്തി. ഹസ്ബൻഡ് അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന്
ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കൂട്ടാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ചിക്കൻ കൊണ്ടുവന്നാൽ ഞാൻ 2 പ്രാവശ്യം വെക്കും കേട്ടോ. 2 ദിവസത്തേക്ക് മാറ്റി വെക്കും. ഒരു ദിവസം കറിയായിട്ടും ഉണ്ടാക്കും, പിറ്റേ ദിവസം ഞാനത് പൊരിക്കാനും എടുത്ത് വെക്കും. അപ്പോൾ ഇനി നമ്മുടെ 2 ദിവസത്തേക്ക് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. അതേപോലെ മേശയൊക്കെ നന്നാക്കി വൃത്തിയാക്കി നമ്മൾ കഴിച്ച ആ സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം, കഴുകി വെക്കണം, പൊരിക്കാനുള്ളത് മസാല തേച്ച് വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഞാൻ ഇന്ന് കറിയാക്കി വെക്കാമെന്ന് കരുതി. കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് കറിയാക്കി വെക്കാം. നമ്മുടെ കുറച്ച് എല്ലിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അതേപോലെ ലിവർ ആ ഒരു സംഗതികളൊക്കെ എടുത്തിട്ട് എന്തായി കറി വെക്കാമെന്ന് കരുതി. എന്നിട്ട് ഗീ റൈസും ഉണ്ടാക്കാമെന്ന് കരുതി. ഇപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറികളുണ്ട്. ഞാൻ പറയില്ല, ഇന്നലെ ക്യാരറ്റും ക്യാബേജൊക്കെ ഫ്രിഡ്ജിലുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്നലെ തന്നെ ഉണ്ടാക്കിയില്ല, ഇനി ഇന്നും ഉണ്ടാക്കാഞ്ഞാൽ പച്ചക്കറികളൊക്കെ കിടന്ന് പോവും. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാന്. അപ്പം ഇന്നലെ ഒരുപാട് എന്താ പറയുക ക്ലീനിങ് പരിപാടികളൊക്കെ എടുത്തതുകൊണ്ട് ഇന്ന് വല്ലാണ്ട് ഞാൻ ആ ഒരു സംഗതിക്കൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഇന്ന് ഞാൻ കിച്ചണത്തെ പരിപാടികൾ കഴിച്ച് എനിക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് എത്തിയിട്ട് വേഗം പണികൾ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ നേരെ ലഞ്ച് ഉണ്ടാക്കാനുള്ള ആ ഒരു സംഭവത്തിലേക്ക് നിന്ന് അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പുറത്ത് പോകണം. കാരണം ക്രിസ്മസ് ആകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് എൻ്റെ സ്റ്റിച്ചിങ് ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും നടന്നിട്ടില്ല. അപ്പം അതിന് ക്ലോത്തും ആ ഒരു കളറും കാര്യങ്ങളൊക്കെ വരുന്ന ക്ലോത്തൊന്നും സെറ്റ് ആയിട്ടില്ല. അതിനൊരു ഗ്രീനോ അല്ലെങ്കിൽ റെഡ് കളറിലൊക്കെ ക്ലോത്ത് വേണമല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങാനോ ഒന്നും പുറത്ത് പോകാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് പോയി സെറ്റായി നാളെ തയ്ച്ച് അതൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് എനിക്ക് ആ ചാനലിൽ ഇടണമെന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ആയിട്ട് സംബന്ധിച്ചുള്ള ഡ്രസ്സുകൾ ഇതുമൂന്നൊരു ഉടുപ്പും നീനുട്ടിക്കൊരു ടോപ്പൊക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കുർത്തി തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്രാവശ്യം ഒന്നും നടന്നിട്ടില്ല. ഇനി എന്നാലും ഒരു വീഡിയോ എങ്കിലും ഇടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്തൊക്കെ വാങ്ങണമെന്ന് പോകാൻ വേണ്ടിയിട്ട് വേഗം പണികൾ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇതാ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്താ പറയുക, കുറച്ച് ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ നാളെ എടുക്കാം. ആ ഒരു കഷ്ണങ്ങൾ നാളെ എടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമുക്ക് കറി റെഡിയാക്കാം. പിന്നെ ഇതും അവിടെ ഫുഡ് അപ്പോഴേക്കും എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. ഇന്ന് മടിച്ച് ആയിട്ട് മദ്രസയ്ക്ക് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് ഫുഡ് കഴിക്കുകയാണ്. 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് ഒന്നുകൂടി, നമ്മൾ ചായ മാത്രമല്ലേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ വിശപ്പ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വേഗം കുറച്ച് ഓട്സ് ഇട്ടിട്ട് കൂടുതലിതാ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ. റോബസ്റ്റ പഴം ഉണ്ട്. ഇന്ന് ഞാനൊരു 2 റോബസ്റ്റ പഴം ഇട്ടു. പിന്നെ കുറച്ച് നട്ട്സുകളും ഇട്ടു. കുറച്ച് ഓട്സ് ഇട്ടിട്ട് പാലും പാർന്ന് ഒരു ഈത്തപ്പഴം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മധുരമൊക്കെ കിട്ടിയപ്പോൾ ഒരു സുഖം. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു 11-11 ടൈമിലാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് വിശന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് കഴിച്ചു. എനിക്ക് ഫുഡ് കഴിക്കുമ്പോഴായാലും ജോലിയൊക്കെ ചെയ്യുമ്പോഴായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഫോണിലിട്ട് ഇങ്ങനെ കേൾക്കും കേട്ടോ, ഹെഡ്സെറ്റും വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ അല്ല ഫിലിമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആരുടെയൊക്കെ ഇൻ്റർവ്യൂസൊക്കെ ഇങ്ങനെ ഓണാക്കിയിട്ടിട്ട് ഹെഡ്സെറ്റും വെച്ച് അങ്ങനെ കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യട്ടോ. പാട്ടുകൾ കേൾക്കുന്നത് ഇഷ്ടമാണ്, പക്ഷേ എപ്പോഴും എനിക്കങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറ്റി ചില ദിവസങ്ങളിൽ എനിക്ക് ഫിലിം കാണാനൊക്കെ ആയിരിക്കും ആഗ്രഹം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഫിലിം ഇട്ട് വെക്കും. അത് 1-2 ദിവസം അത് കണ്ടു കഴിഞ്ഞാൽ പിറ്റേന്ന് ചിലപ്പോൾ പാട്ട് കേൾക്കാനായിരിക്കും. പിറ്റേന്ന് ചിലപ്പോൾ വലിയ എന്താ പറയുക, കുറച്ച് മോട്ടിവേഷൻ സ്പീക്കറുകളുടെയൊക്കെ ഓരോ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് വെച്ച് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇങ്ങനെ കേട്ടിട്ടാണ് എൻ്റെ പണികൾ കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ ഇട്ട് ഞാനത് ഫോണൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് ജോലികളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഗീ റൈസ് കുറച്ച് മതിയല്ലോ, അവർ 3 പേരല്ലേ ഉള്ളൂ, ഒക്കെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഞാനും കഴിക്കുന്നില്ല, പിന്നെ വലിയ മോളും ഇല്ല, അവർ 3 ആളല്ലേ ഉള്ളത്. അപ്പോൾ ഉച്ചക്കൊക്കെ മാത്രമാണ് ഞങ്ങൾ അധികം കുറച്ചൊരു ഫുഡ് ആവശ്യമുള്ളൂ. വൈകുന്നേരം അങ്ങനെ ആരും ഒന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ വേഗം കുറച്ച് ഗീ റൈസ് റെഡിയാക്കി കുക്കറിൽ അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അതൊരൊറ്റ വിസിൽ അടിച്ചാൽ തന്നെ
അതോടെ നെയ്ച്ചോറ് റെഡിയാവും കേട്ടോ. പിന്നെ നമ്മൾ അത് മാറ്റി വെച്ചിട്ട് അത് വിസിലടിച്ച് ഞാൻ കുക്കർ മാറ്റി വെച്ച ശേഷം ആ അടുപ്പത്ത് തന്നെ ചിക്കൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യം ഉള്ളിയൊക്കെ വാട്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് അതവിടെ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പേരി തോരനായിട്ട് കാബേജും ക്യാരറ്റും കൂടെ മിക്സായിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിനുള്ള ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വേഗം വേഗം റെഡി ആക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വേഗം ഡ്രസ്സൊക്കെ മാറി ഇന്ന് പുറത്തൊന്ന് പോകണം. അപ്പോൾ പോകുമ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതും വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നാളത്തേക്ക് ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പോകുന്നതിന് മുന്നേനായിട്ട് ഉഴുന്നും അരിയും കൂടെ വെള്ളത്തിട്ട് വെക്കുന്നുണ്ട്. അപ്പം നാളത്തെ കുറച്ച് തയ്ക്കാൻ, അപ്പോൾ ഈ നമ്മൾ ക്ലോത്തൊക്കെ വാങ്ങി കൊണ്ട് വെച്ചിട്ട് നമുക്ക് നാളെ തയ്ക്കണ്ടേ. അപ്പോൾ തയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നാളെ സമയം കിട്ടണമെങ്കിൽ രാവിലെ കയറണം, അല്ലെങ്കിൽ ഭയങ്കര ചൂടായതുകൊണ്ട് നേരത്തെ മുകളിലേക്ക് ആ ഒരു ഇതിൻ്റെ സ്റ്റിച്ചിങ് ഏരിയയ്ക്ക് കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ വെള്ളത്തിട്ടുണ്ട്. ദോശയാകുമ്പോൾ നമുക്ക് അത്ര പണികൾ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇതാ ഞാൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും ഒരു ഈ കളറിലുള്ള ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറയാണ് കേട്ടോ. അപ്പോൾ അവൾ പോരുന്നില്ല, ഞാൻ വേഗം പോയി വരാം അപ്പച്ചിൻ്റെ ഒപ്പം ബൈക്കുമ്മേൽ വേഗം പോയി വരാമെന്ന് പറഞ്ഞ് വരുമ്പോൾ മുട്ടായിയൊക്കെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിട്ടാണ് ആ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയി അവിടെ അടുത്ത് തന്നെ ചെറിയൊരു ഷോപ്പിലേക്കാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ ഇവിടുന്ന് ക്ലോത്ത് വാങ്ങിയാൽ ഒരു സമാധാനം തന്നെ കിട്ടില്ല കേട്ടോ. എനിക്ക് കസവ് കേന്ദ്രത്തിൽ മഞ്ചേരി കസവ് കേന്ദ്രത്തിൽ തന്നെ പോകണം. പക്ഷേ വേറെ വഴിയില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ അരീക്കോട് തന്നെ വാങ്ങുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അരീക്കോട് ക്ലോത്ത് നല്ല ഇപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെയാണ്ട് ഇത്രയും ക്ലോത്ത് ഒരുപാട് ക്ലോത്ത് ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ആ ക്രിസ്മസിനൊക്കെ തയ്ക്കാൻ പറ്റിയ ഞാൻ വിചാരിച്ച ആ ഒരു രീതിയിലുള്ള ക്ലോത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ എൻ്റെ ഒരു തോന്നലായിരിക്കാം. എന്തായാലും ഒരുവിധമൊക്കെ ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ടോപ്പ് തയ്ക്കാനുള്ളൊരു ക്ലോത്തും ഞാൻ വാങ്ങിയിട്ടോ. അതിന് ചുരിദാറുകളൊക്കെ ഇപ്പോൾ കുറവാണ്, വണ്ണം അങ്ങനെ കൂടിയിട്ടും എല്ലാം ടൈറ്റായിട്ടുണ്ട്. ഇനി കുറയുമ്പോൾ ഒക്കെ റെഡിയാവും, എന്നാലും അതുവരെ ഇടണ്ടേ. അപ്പോൾ എനിക്ക് ക്ലോത്തും വാങ്ങിയിട്ടുണ്ട്. പോരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട് കേട്ടോ. കാരണം നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് വിശപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 3 മണിയൊക്കെ ആയ ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് സാലഡാണ്. കക്കരിക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് തോരനാക്കിയിട്ടുണ്ടാക്കിയ ആ കാബേജ് ക്യാരറ്റില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തു. പിന്നെ അതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മൾ ചിക്കന് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് പൊരിച്ചിട്ട് അത് ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നന്നാക്കി ഉടച്ചിട്ട് അതും അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇട്ടത് നമ്മൾ പനീറാണ്. അപ്പോൾ പനീർ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി പിന്നെ ചൂടാറിയതിന് ശേഷം അതുകൊണ്ട് ഇട്ടു. അങ്ങനെ മൊത്തത്തിൽ പിന്നെ അതിൻ്റെ മേലെ ഞാൻ തൈര് ഇട്ടിട്ടുണ്ട് കേട്ടോ. തൈരിനേക്കാളും എനിക്കിഷ്ടം ചെറുനാരങ്ങൻ്റെ നീരിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് തൈരൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അതും തൈര് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു 2-3 സ്പൂൺ അതും പാർന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് അതാണ് ഞാൻ ഇന്ന് കഴിച്ചത്. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഈ ഒരു പാത്രത്തിൽ അത്യാവശ്യം ഉണ്ടാകുന്ന എല്ലാം കൂടെ ആയപ്പോൾ നല്ല നല്ല അടിപൊളിയായിട്ട് വയറ് നിറഞ്ഞ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ തൈരും പിന്നെ ആ ചിക്കൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പനീറല്ലേ പറയണ്ടല്ലോ, ഒക്കെ അടിപൊളിയായിട്ട് വെച്ചു. നല്ല വയറ് ഫില്ലായി. കുറേ നേരത്തിന് എന്താ പറയുക വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന്. പിന്നെ ഒരു 3 മണിയോട് കൂടിയാണ് ഞാനത് കഴിച്ചത്. പിന്നെ അതിന് ശേഷം 4-4:30 ആയപ്പോൾ ഞാൻ പേരക്ക കഴിച്ചാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് നിർത്തിയത്. അപ്പോൾ ഇത് കഴിച്ച് നാളെ ഒരു 10 മണിയാകുമ്പോഴാണ് ഞാനിനി ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.